കൃപയേറും കർത്താവിലൻ വിശ്വാസം, അതിനാൽ ഹൃദയെന്തു നല്ല ആശ്വാസം. ദുരിതങ്ങൾ നിറയും വിഭൂവാസം, കൃപയാൽ മനോഹരമായി. ദുരിതങ്ങൾ നിറയും വിഭൂവാസം, കൃപയാൽ മനോഹരമായി. കൃപ കൃപയൊന്നാശ്രയമായി. ഹല്ലേലൂയ. കൃപ കൃപയൊന്നാനന്ദമായി. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാളും. ബ്രിട്ടീഷ് ഭരണകാലത്ത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പോഴും കേടുകൂടാതെ നിലനിൽക്കുന്നു എന്നുള്ളത് വാസ്തവത്തിൽ അത്ഭുതാവഹമായ കാര്യമാണ്. അവർ നിർമ്മിച്ചിട്ടുള്ള ഒട്ടനവധി പാലങ്ങൾ, അവർ നിർമ്മിച്ചിട്ടുള്ള വളരെയധികം കെട്ടിടങ്ങൾ, അതേപോലെ ടണലുകൾ, ഡാമുകൾ ഒക്കെ ഇപ്പോഴും കേടുകൂടാതെ നിലനിൽക്കുന്നു. എത്രമാത്രം ബലവത്തായിട്ടാണ് അവർ അത് പണിതുറപ്പിച്ചിട്ടുള്ളത്. എന്തായിരുന്നാലും ഒരു കാര്യം ഉറപ്പാണ്, ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ച സമയത്ത് അവർ ഇന്ത്യക്ക് നൽകിയിട്ടുള്ള സംഭാവനകൾ വളരെയധികമായിരുന്നു. കുറേ വർഷങ്ങളോളം നീണ്ടുനിന്ന ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ആവശ്യമായിരുന്നു. എന്നാൽ അതേസമയം തന്നെ അവർ ഭരിച്ചിരുന്നതായ സമയം കൊണ്ട് ഇന്ത്യക്ക് ലഭിച്ച ഒരുപാട് നേട്ടങ്ങൾ നാം മറന്നുകൂടാ. പ്രത്യേകിച്ച് നാം ഉപയോഗിക്കുന്ന ട്രെയിൻ സംവിധാനങ്ങളൊക്കെ ബ്രിട്ടീഷുകാർ നമുക്ക് നൽകിയിട്ടുള്ള സംഭാവനകൾ തന്നെയാണ്. നമ്മുടെ കേരളത്തിൽ തന്നെ എത്രയോ പാലങ്ങൾ, അതേപോലെയുള്ള മറ്റ് സംവിധാനങ്ങൾ ഒക്കെ ബ്രിട്ടീഷുകാർ പണിതുറപ്പിച്ചിട്ടുണ്ട്. ഇപ്പോഴും യാതൊരു കേടും വരാതെ നിലനിൽക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അവിടെവിടങ്ങളിലായി കാണാൻ സാധിക്കും. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മുല്ലപ്പെരിയാർ ഡാമും ആ ഡാമിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന ടണലുകളും. 125 പരം വർഷങ്ങളായിട്ടും ആ ഡാമിന് ഇന്നേ വരെ കാര്യമായ തകരാറുകൾ ഉണ്ടാകാതെ ഇരിക്കുന്നു എന്നുള്ളത് നിസ്തർക്കമായ ഒരു വസ്തുതയാണ്. വാസ്തവത്തിൽ അതൊരു ജലബോംബാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ ബ്രിട്ടീഷുകാരുടെ നിർമ്മിതി ആയതുകൊണ്ട് 125 വർഷം പിന്നിട്ടിട്ടും ഇതേവരെ കാര്യമായ തകരാറുകളൊന്നും അതിന് സംഭവിച്ചിട്ടില്ല എന്നുള്ളത് നാം ചിന്തിക്കേണ്ടുന്നതായൊരു വസ്തുതയാണ്. ഇനി എത്ര കാലം അതങ്ങനെ നിലനിൽക്കും എന്നുള്ളതിനെ പറ്റിയാണ് ഇപ്പോൾ തർക്കം നടക്കുന്നത്. എന്തായിരുന്നാലും നാം ശ്രദ്ധിക്കേണ്ടുന്നതായ ഒരു കാര്യം, ബ്രിട്ടീഷുകാർ പണിത സമയത്ത് എത്രമാത്രം ബലവത്തായും കൃത്യമായും സ്വാർത്ഥലാഭമില്ലാതെയും അവർ പണിതുറപ്പിച്ചു എന്നുള്ളത് തന്നെയാണ്. മുല്ലപ്പെരിയാർ ഡാമിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന ടണലുകളൊന്ന് ശ്രദ്ധിച്ചാൽ അത്ഭുതാവഹമായി തോന്നാം. ഏതാണ്ട് 1.25 കിലോമീറ്ററോളം നീളത്തിലുള്ള ഈ ടണലുകൾ എങ്ങനെ അവിടെ ഉറപ്പിച്ചു എന്നുള്ളത് തീർച്ചയായും നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. 4 ടണലുകളാണ് ഈ ഡാമിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് പോകുന്നത്. വാസ്തവത്തിൽ വെള്ളം ഒഴുകുന്നതിനെപ്പറ്റിയുള്ള പ്രകൃതിയുടെ നിയമത്തെപ്പോലും തിരുത്തിയ ഒരു സംവിധാനമാണ് ഈ ടണലിലൂടെ ബ്രിട്ടീഷുകാർ ഒരുക്കിയത്. അതായത് കേരളത്തിൻ്റെ കിഴക്കൻ സൈഡിലുള്ള പെരിയാറിലെ വെള്ളം വാസ്തവത്തിൽ പടിഞ്ഞാറോട്ടൊഴുകി അറേബ്യൻ സമുദ്രത്തിലേക്ക് ചെന്നു ചേരേണ്ടുന്നതാണ്. എന്നാൽ ഈ വെള്ളത്തെ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോയി വാസ്തവത്തിൽ ഇത് ബംഗാൾ ഉൾക്കടലിലേക്ക് പതിക്കത്തക്ക നിലയിൽ തിരിച്ചുവിട്ട സംവിധാനം കൂടെയാണ് ഈ ടണലുകൾ നിർമ്മിച്ചതിലൂടെ ബ്രിട്ടീഷുകാർ ചെയ്തിട്ടുള്ളത്. എന്തായിരുന്നാലും എത്രമാത്രം അത്ഭുതാവഹമായും എത്രമാത്രം ബലവത്തായും അവർ ഈ കാര്യങ്ങൾ ഒരുക്കി. ഈ ടണലുകളുടെ ക്രമീകരണം എന്ന് പറയുന്നത് 12 അടി വീതിയിലും 7 അടി ഹൈറ്റിലുമാണ് എന്നുള്ളതും നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളതാണ്. 125 വർഷങ്ങൾക്ക് മുൻപ് ഈ ടണലുകൾ പണിതതായ ആ പ്രദേശം എത്രമാത്രം കാടുപിടിച്ച് കിടന്ന സഞ്ചാരയോഗ്യമല്ലാതിരുന്ന ആ സ്ഥാനങ്ങളിലൊക്കെ ഈ ടണലുകൾ എത്തിച്ച് വളരെ കൃത്യമായി ഉറപ്പിച്ച് ഇപ്പോഴും അതിന് യാതൊരു തകരാറുമില്ലാതെ നിലനിൽക്കത്തക്ക നിലയിൽ ബ്രിട്ടീഷുകാർ പണിതുറപ്പിച്ചിരിക്കുന്നു. ഈ ടണലുകൾ നിർമ്മിച്ചതിലൂടെ എത്ര വലിയ നേട്ടമാണ് തമിഴ്നാടിനുണ്ടായിട്ടുള്ളത്. വാസ്തവത്തിൽ മധുര വരെയുള്ള ഏതാണ്ട് 2,20,000 ഏക്കർ ഭൂമിയെ ഫലഭൂയിഷ്ടമാക്കുന്ന ഒരു വലിയ പദ്ധതിയാണ് ഇതിലൂടെ ബ്രിട്ടീഷുകാർ ഒരുക്കിയത്.
ആ പണികളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ ഒരു കാര്യം മനസ്സിലാകും. ബ്രിട്ടീഷുകാർ ആ കാലത്ത് പണിതുറപ്പിച്ചു വെച്ചതിന് യാതൊരു തകരാറുകളും ഇന്നേ വരെ സംഭവിച്ചിട്ടില്ല. ആ ടണലുകൾ ഉറപ്പിച്ചിട്ടുള്ള അതിൻ്റെ ബേസ്മെൻറ്റിന് ഒരു ചെറിയ ഇളക്കം പോലും സംഭവിച്ചിട്ടില്ല. അതിൻ്റെ പ്ലാസ്റ്ററിങ് എവിടെയെങ്കിലും ഇളകിയതായിട്ട് കാണാൻ സാധിക്കുന്നില്ല. എത്രമാത്രം കൃത്യമായും ഭംഗിയായും ഇപ്പോഴും അത് അതേപോലെ തന്നെ നിലനിൽക്കുന്നു. എന്നാൽ നമ്മുടെ നാട്ടുകാർ പണിതിട്ടുള്ള എത്രയോ പാലങ്ങളും എത്രയോ റോഡുകളും തകർന്നടിഞ്ഞ് നാശമായി പോയി. അതായത് നമ്മുടെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന് കഴിവില്ലാഞ്ഞിട്ടല്ല, എന്നാൽ അങ്ങനെയുള്ള നിർമ്മാണത്തിലെ കെടുകാര്യസ്ഥത നിമിത്തം ഉണ്ടായിട്ടുള്ള തകർച്ചകൾ തന്നെയാണ് എന്ന് നാം സമ്മതിക്കേണ്ടതായിട്ടുണ്ട്. ഈ കാര്യങ്ങൾ ഇന്ന് രാവിലെ നാം ചിന്തിച്ചത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഒരു നിർമ്മിതിയുടെ ഭംഗിയും അതിൻ്റെ ബലവും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒരു കാര്യം നിർമ്മിക്കുമ്പോൾ ഏറ്റവും ബലവത്തായി നിർമ്മിക്കേണ്ടത് ആവശ്യമാണ്. അത് നിമിത്തം അതിൻ്റെ ഭംഗി ദീർഘനാളുകളിലേക്ക് നിലനിൽക്കുന്നു എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ വിശ്വാസ ജീവിതത്തെ ഏറ്റവും ഭംഗിയായും ബലവത്തായും നിലനിർത്തുവാൻ നമുക്ക് സാധിക്കണം. അതിൻ്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് തകർക്കാൻ പറ്റാത്ത വിശ്വാസം തന്നെയാണ്. ഞാനൊരു സിമെൻറ്റിൻ്റെ പരസ്യത്തിൽ ഇങ്ങനെ ഒരു വാചകം കണ്ടിട്ടുണ്ട്: തകർക്കാൻ പറ്റാത്ത വിശ്വാസം. പ്രിയമുള്ളവരെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഭംഗിയും ബലവും എന്ന് പറയുന്നത് തകർക്കാൻ പറ്റാത്ത വിശ്വാസം തന്നെയാണ്. വലിയവനായ ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസം. ആ വിശ്വാസം നമുക്ക് ലഭിച്ചത് കർത്താവായ യേശുക്രിസ്തുവിലൂടെയാണ്. ദൈവരൂപത്തിലിരുന്നവൻ ദൈവത്തോടുള്ള സമത്വം വേണ്ട എന്ന് വെച്ചിട്ട് ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന കർത്താവായ യേശുക്രിസ്തു സകല മനുഷ്യരുടെയും പാപം ചുമന്നൊഴിക്കുന്നതിന് വേണ്ടി കാൽവറി ക്രൂശിന്മേൽ ഒരു യാഗമായി അർപ്പിക്കപ്പെട്ടു. അവിടുന്ന് മരിച്ചു, അടക്കപ്പെട്ടുവെങ്കിലും മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു. ഇപ്പോഴും അവിടുന്ന് നമുക്ക് വേണ്ടി ജീവിക്കുന്നു. ആ കർത്താവായ യേശുക്രിസ്തു എൻ്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ കാൽവറി ക്രൂശിൽ മരിച്ചു എന്നും അവിടുത്തെ വിലയേറിയ രക്തം എനിക്ക് വേണ്ടി മറുവിലയായി നൽകിയെന്നും ആ കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചതിലൂടെ ഞാൻ വലിയവനായ ദൈവത്തിൻ്റെ മകനായി മകളായി തീർന്നുവെന്നുമുള്ള അതിവിശുദ്ധ വിശ്വാസം നമുക്ക് ലഭിച്ചിരിക്കുന്നു. മാത്രമല്ല, ആ കർത്താവായ യേശുക്രിസ്തു വീണ്ടും വരും. അവിടുന്ന് വന്ന് തന്നിൽ വിശ്വസിച്ചവരെ തൻ്റെ സന്നിധിയിലേക്ക് ചേർക്കുമെന്നുമുള്ള നിത്യത മുഴുവനും ദൈവസന്നിധിയിൽ കർത്താവിനോടുകൂടെ വാസം ചെയ്യുമെന്നുമുള്ള അനുഗ്രഹീതമായ അതിവിശുദ്ധ വിശ്വാസം നമുക്ക് ലഭിച്ചിരിക്കുന്നു. മാത്രവുമല്ല, നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മെ പോറ്റി പുലർത്തുന്നവൻ കർത്താവാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ രംഗങ്ങളിലും നമ്മെ സഹായിക്കുന്നത് കർത്താവിൻ്റെ കരമാണ്. നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഓരോന്ന് നൽകിത്തരുന്നത് കർത്താവിൻ്റെ കരമാണ്. നമ്മുടെ മനസ്സ് വിങ്ങുമ്പോൾ നമ്മെ സാന്ത്വനിപ്പിക്കുന്നത് കർത്താവിൻ്റെ കരമാണ്. നമ്മുടെ കണ്ണ് നിറയുമ്പോൾ ആ കണ്ണുനീർ ഒപ്പുന്നത് കർത്താവിൻ്റെ കരമാണ്. നാം ഏകരായിരിക്കുമ്പോൾ ആ കർത്താവ് നമ്മുടെ അരികിലേക്ക് വരുന്നു. നാം തനിയേ ഉള്ളൂ എന്ന് വിചാരിച്ച് വിഷമിക്കുമ്പോൾ അവിടുന്ന് നമ്മോട് പറയുന്നു, നീ തനിയെയല്ല, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ആവശ്യങ്ങളുടെ മുഖത്തും നാം ഭാരപ്പെടുമ്പോൾ ആ കരം നമ്മുടെ സഹായത്തിനായി വരുന്നു. ഈ അതിവിശുദ്ധ വിശ്വാസം തകർക്കാൻ പറ്റാത്ത വിശ്വാസമായി തീരണം. അപ്പോഴാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതം ഏറ്റവും മനോഹാരിതയുള്ളതാകുന്നത്. അപ്പോൾ നമുക്ക് കഷ്ടതകളിൽ പ്രശംസിക്കുവാൻ സാധിക്കും. അപ്പോൾ നമുക്ക് സങ്കടത്തിൽ സന്തോഷിക്കുവാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാവും. അങ്ങനെ ദൈവം നമ്മെ സഹായിക്കുന്ന അനുഗ്രഹീതമായൊരു അനുഭവത്തിലേക്ക് നാം കടന്നു വരികയാണ്. ഇന്ന് രാവിലെ ആ ഒരു അനുഭവം നമ്മെ സഹായിക്കട്ടെ, ശക്തീകരിക്കട്ടെ. നമ്മുടെ ക്രിസ്തീയ ജീവിതം ഏറ്റവും ബലവത്തായി തീരട്ടെ, ഏറ്റവും മനോഹാരിതയുള്ളതായി തീരട്ടെ, അനേകരുടെ സാക്ഷ്യത്തിന് നിദാനമായി ഭവിക്കട്ടെ. നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നുള്ള അടിയുറച്ച വിശ്വാസത്തിൽ അധിഷ്ഠിതമായ നമ്മുടെ അനുഗ്രഹിക്കപ്പെട്ട ക്രിസ്തീയ ജീവിതം ഇന്നത്തെ ദിവസം നമ്മെ സന്തോഷത്തോടെ മുൻപോട്ട് ജീവിക്കുവാൻ ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ക്രിസ്തുവേശുവിലൂടെ അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാം നല്ല ദൈവമേ, അനുഗ്രഹകരമായ ഒരു പ്രഭാതം കൂടെ കാണുവാൻ
ഞങ്ങളുടെ ആയുസ്സിനെ അവിടുന്ന് ദീർഘമാക്കി തന്നതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ ചിന്തിച്ചതുപോലെ തകർക്കാൻ പറ്റാത്ത വിശ്വാസം ഞങ്ങളുടെ ഹൃദയത്തിൽ നൽകി ഞങ്ങളെ സഹായിക്കണമേ. അടിയുറച്ച വിശ്വാസത്തിൽ ഞങ്ങളുടെ ജീവിതത്തെ മുൻപോട്ട് നയിച്ച് ഞങ്ങളുടെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകുന്ന കർത്താവിൻ്റെ സന്നിധിയിൽ ആശ്രയിച്ചുകൊണ്ട് ഒന്നുകൊണ്ടും പതറിപ്പോകാത്ത അനുഗ്രഹിക്കപ്പെട്ട ക്രിസ്തീയ ജീവിതം നയിപ്പാൻ ഞങ്ങളെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കഷ്ടതകളിൽ അവിടുത്തെ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ അവിടുത്തെ സന്നിധി മാത്രമാണ് എന്നുള്ള വിലയേറിയ വിശ്വാസം ഞങ്ങളിൽ നൽകി ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾക്ക് സന്തോഷം നൽകുന്ന, ഞങ്ങൾക്ക് സമാധാനം നൽകുന്ന, ഞങ്ങളെ പ്രത്യാശയിൽ നയിക്കുന്ന അവിടുത്തെ വചനങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിൽ ആഴമായി പതിയുവാൻ ഞങ്ങളിൽ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം കർത്താവെ, അവിടുത്തെ മുഖം കണ്ടുകൊണ്ട് ജീവിപ്പാൻ ഞങ്ങളെ ഇടയാക്കണമേ. ഞങ്ങളുടെ എല്ലാ ജീവിത വഴികളിലും അവിടുത്തെ സാന്നിധ്യം ഞങ്ങൾക്ക് നൽകി ആവശ്യമായ എല്ലാ മാർഗനിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദുഃഖിതർക്ക് ആശ്വാസം നൽകി സഹായിക്കണമേ. രോഗികൾക്കും ക്ഷീണിതർക്കും സൗഖ്യം നൽകി സഹായിക്കണമേ. മാനസിക പീഡകൾ അനുഭവിക്കുന്നവർക്ക് അതിൽ നിന്നെല്ലാം വിടുതൽ കൊടുത്തവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവിടുന്ന് അങ്ങനെ ചെയ്തതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ ധന്യമായ നാമത്തിൽ തന്നെ, ആമേൻ. എന്റെ താഴ്ചയിൽ അവൻ എന്നെ ഓർത്തല്ലോ, ഘോരവൈരിയിൽ ബലം അവൻ തകർത്തല്ലോ, തന്റെ കൈകളിൽ അവൻ എന്നെ ചേർത്തല്ലോ, സ്തോത്രഗീതം പാടിടും ഞാൻ. തന്റെ കൈകളിൽ അവൻ എന്നെ ചേർത്തല്ലോ,